അങ്ങനെ നമ്മുടെ മീനാക്ഷി ജോലിക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ഗോമതിയോട് പറയുന്നുണ്ട്, അമ്മയാ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു, എന്ന് അനുവിൻ്റെ റിസൾട്ടാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഗോമതി പറയുന്നുണ്ട്, അവളുടെ റിസൾട്ട് വന്നാൽ എനിക്ക് എന്താ, എൻ്റെ അവൾ ആരാ, എനിക്ക് അവളെ ഒന്നും അറിയണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് മീനാക്ഷി പറയുന്നുണ്ട്, ഞാൻ എന്തായാലും നോക്കണ്ട അമ്മ, അവൾ പാസ്സായോ ഇല്ലയെന്ന് എനിക്കൊന്നും അറിയണം, ഞാൻ എന്തായാലും അറിഞ്ഞിട്ട് അമ്മയെ വിളിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോണ്ട് ജോലിക്ക്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആര്യയും ഇത്രയും കൂടി ഇങ്ങനെ ഇരുന്ന് കരിക്ക് കുടിക്കുന്നുണ്ട്. ആ സമയത്ത് ആ വഴി നമ്മുടെ അലോകും അനുവും കൂടി ഇങ്ങനെ പാസ്സാവുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലോക് അനുവിനോട് പറഞ്ഞിട്ട്, നോക്ക് ആരവിടെ നിന്നും കരിക്ക് കുടിക്കണം നോക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അനു നോക്കുന്നുണ്ട്, അതിനിപ്പോൾ എന്താ വേണ്ടതെന്ന് പറയുന്നുണ്ട്. പോയി എനിക്കൊരു കരിക്ക് വാങ്ങിയിട്ട് വാന്ന് പറയുന്നുണ്ട്. അനു പറയുന്നുണ്ട്, ഇല്ല ഞാൻ പോയി വാങ്ങിയിട്ട് വരില്ല, അവരുടെ അടുത്തേക്ക് ഞാൻ പോവില്ല, എനിക്ക് നാണക്കേടുണ്ട് പറയുന്നുണ്ട്. പോയി ഇറങ്ങി വാങ്ങിയിട്ട് വാടി പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് എന്തായാലും കാറിന്ന് പിടിച്ച് പുറത്തേക്ക് ഇറക്കിയിട്ട് പറയുന്നുണ്ട്, പോയി വാങ്ങിയിട്ട് വാടി പറഞ്ഞിട്ട് ഉന്തി വിടുന്നുണ്ട്. ഇത് കാണാൻ സഹിക്കാൻ പറ്റാത്ത നമ്മുടെ ആര്യ വരുന്നുണ്ട്. എന്താ നീ എൻ്റെ അനിയത്തെ കാണിക്കണമെന്ന് ചോദിച്ചിട്ട് ചൂടാവുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലോക് പറയുന്നത്, നീ ആരടാ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാം, ഞങ്ങൾ ഭാര്യയും ഭർത്താവ് പല പ്രശ്നം ഉണ്ടാവും, അതിന് നീ ഇടപെടണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ആര്യയ്ക്ക് ഒന്നും പറയാൻ പറ്റാതെ മുണ്ടാതെ പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലോക് അനുവിനെ കൂട്ടിയിട്ട് വേണിച്ചിട്ട് ഗോമതി സ്റ്റോറിൻ്റെ അവിടെ എത്തിയിട്ട് പോയിട്ട് പറയുന്നുണ്ട്, പോയി കടലമിഠായി വാങ്ങിയിട്ട് വരാൻ പറയുന്നുണ്ട്. അനു പറയുന്നുണ്ട്, ഞാൻ പോയി വാങ്ങിയിട്ട് വരില്ല എന്ന് പറയുന്നുണ്ട്. പോയി വാങ്ങിയിട്ട് വാടി, നീ വാങ്ങിയിട്ട് വന്നേ പറ്റൂ എന്ന് പറയുന്നുണ്ട്. എന്തായാലും അനു പോകുന്നുണ്ട് കടലമിഠായി വാങ്ങാം. ആ സമയത്ത് ദേവി പറയുന്നുണ്ട്, നീ എന്തിനാ മോളെ ഇങ്ങോട്ട് വന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ബാലാഴം വന്നിട്ട് ചൂടാവണുണ്ട്, എന്തിനാണ് ഇപ്പം നീ ഇങ്ങോട്ട് വന്നേ, ഞാൻ എന്തായാലും കടലമിഠായി വാങ്ങിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അനു അവളുടെ അച്ഛനോട്. എന്തായാലും ദേവി പ്രശ്നം ഉണ്ടാക്കണ്ട വിചാരിച്ചിട്ട് വേഗം കടലമിഠായിയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. എടുത്ത് കൊടുക്കുന്ന സമയത്ത് അപ്പോഴേക്കും നമ്മുടെ അലോക് വന്നിട്ട് പറയുന്നുണ്ട്, ഈ കടലമിഠായി തിരിച്ച് കൊടുത്തേക്ക്, നമുക്ക് അപ്പുറത്ത് കടയിൽ പോയിട്ട് വേറെ കടലമിഠായി വാങ്ങാം, ഇത് നന്നല്ല, ഇത് കണ്ടാലേ അറിയാം അത് ക്വാളിറ്റി ഇല്ലാത്ത സാധനമെന്നൊക്കെ പറഞ്ഞ് തിരിച്ച് കൊടുപ്പിക്കുന്നുണ്ട് അനുവിനെ കൊണ്ട്. നമ്മളെ ബാലിനാണെങ്കിൽ ആകെ നാണക്കേടാവുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.